ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആക്കാറ് നിങ്ങൾക്ക് എൻ്റെ വോയിസിലെ ആവേശം കണ്ടാലറിയാം. ഞാൻ ആവേശം ഫിലിം കാണാൻ പോവാണ് ഗായ്സ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ഫിലിമിനൊക്കെ പോയിട്ട്, നമ്മൾ ഫാമൊക്കെ ഉള്ളതുകൊണ്ട് ഫിലിമിനൊക്കെ പോയിട്ട് കുറേ ദിവസമായി. അതിന് മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ. അപ്പം പോയിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമ്മൾ കസിൻസും നമ്മൾ ബാനുവൊക്കെ ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മളുടെ സുന്ദരനും സുമുഖനും സുശീലനുമായ സൽസ്വഭാവിയുമായ കസിൻസിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ ഷോക്ക് പോണത്. പ്രത്യേകം പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാമെന്നുള്ളൂ. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഇത്ര നല്ല ചെക്കനെ ഓടിയും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തുണ്ട്. നല്ല പെൺകുട്ടികളിൽ നിന്നും ഞങ്ങൾ കല്യാണാലോചനകൾ ക്ഷണിക്കുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഗൈസ്. പിന്നെ ഇത്ര നല്ല ചെക്കനെ നിങ്ങൾക്ക് മഷിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല ഗൈസ്. നമ്മൾ ഇന്ത്യൻ മാളിലാണ് കേട്ടോ, മഞ്ചേരി ഇന്ത്യൻ മാളിൽ ലാഡറിൽ ആണ് കേട്ടോ നമ്മൾ ഷോക്ക് പോണത്. അപ്പം ഇപ്പോൾ ഏകദേശം ടൈം 11:30 ഷോക്കാണ് കേട്ടോ നമ്മൾ പോണത് നൈറ്റ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ടൈമിൽ പോണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ത്രില്ലും ഉണ്ട്. നമ്മൾ ഷോ ടൈം തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു ആവേശം വരും എന്നുള്ള ലെവലിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം ഇല്ലാത്ത പരസ്യമില്ല ഗായ്സ്, പരസ്യം കൊണ്ട് പരസ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിപ്പം വരും ആവേശം തുടങ്ങുമ്പോൾ നമുക്ക് ചാനലൊക്കെ കാണിക്കാലോ വിചാരിച്ചുകൊണ്ട് വലിയ ദമ്മലിരിക്കുകയാണ് ഗായ്സ്. പക്ഷേ ആവേശത്തിൻ്റെ പോലും എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല ഗായ്സ്. അതിനു മുമ്പ് ഞാൻ ആവേശം കണ്ടപ്പോൾ തന്നെ ഫോൺ എടുത്തപ്പോൾ തന്നെ ആവേശത്തിൻ്റെ പോലും കിട്ടിയില്ല ഗായ്സ്. പിന്നെ ഞാൻ ചില ഭാഗങ്ങൾ കണ്ട് സമാധാനിച്ചു ഗായ്സ്. പിന്നെ അപ്പോൾ ഇതൊക്കെ പരസ്യങ്ങളാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. നമുക്ക് വീഡിയോ കുറച്ച് ലെങ്ത്ത് വേണ്ടേ വിചാരിച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പം മോള് ഫുൾ അലമ്പാവുന്നതാണ് കേട്ടോ കരുതി. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്ര ടൈമായപ്പോൾ കേട്ടോ, രാത്രി കുറേ ടൈമായപ്പോൾ നമ്മൾ ഒരുപാട് അലമ്പാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മോളും എൻജോയ് ചെയ്ത് കണ്ടു കേട്ടോ. ലാസ്റ്റ് കുറച്ച് വർക്ക് വന്നതിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബർ ഹിപ്സ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫിലിമാണ്, നല്ല കോമഡിയാണ്, അടിപൊളിയാണ്. നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവെൽ എന്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് എത്താൻ നേരത്ത് എൻ്റെ മോള് അലമ്പായി ഗായ്സ്. ആ സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ മോള് കരഞ്ഞപ്പം പിന്നെ ഞാൻ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ച് ഞാൻ പുറത്തേക്ക് പോന്ന്. പിന്നെ ആവേശത്തിൻ്റെ പോസ്റ്ററൊക്കെ വീഡിയോ എടുത്ത് എൻജോയ് ചെയ്തു ഗൈസ്. നല്ല അടിപൊളിയുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു തിയേറ്ററാണ് ലാഡർ. പടം അടിപൊളിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ റിവ്യൂ പറഞ്ഞ് ചളാക്കി കൊളാക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരും പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ പേഴ്സണലാണ് കേട്ടോ. നല്ല കോമഡി ഉണ്ട്, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പം ഷോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷോ ഏകദേശം 2 മണിയൊക്കെ ആയപ്പം കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആരൊക്കെ ആവേശം കണ്ടു എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം. നല്ല അടിപൊളി ഫിലിമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കിട്ടു എന്നുള്ളൂ. അപ്പോൾ പിന്നെന്താ, പ്രത്യേകിച്ചൊന്നും നമ്മളെ വീഡിയോയിലില്ല. നമ്മൾ ഫിലിം കണ്ടപ്പോൾ തിരിച്ച് വീട്ടിൽ പോന്നു. വീട്ടിൽ പോയതിൻ്റെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ഇന്ത്യൻ മാളിലെ ലാഡറിൻ്റെ താഴെ തന്നെ ഒരു ഇതുണ്ട് കേട്ടോ, കുട്ടികളെ കളിക്കണൊക്കെ ഒരു ഏരിയ ഉണ്ട്. അപ്പം എൻ്റെ മോള് ചെറുതായിട്ട് ആ ഏരിയയൊക്കെ ഒന്ന് കണ്ടപ്പം അലമ്പായി. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കണം എന്ന് തോന്നിയിട്ടില്ല. കാരണം മോള് ഭയങ്കര കരച്ചിലായിരുന്നു, ഉറക്കം വരുന്നതിൻ്റെ നിന്നൊക്കെ കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലോട്ട് പോന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലുമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗായ്സ്.